ഹണി റോസും ബോച്ചയും ക്രിസ്തീയ സഭകളും. ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത മനുഷ്യർ ആത്മീയ ജീവിതത്തിൽ സ്വയം ത്യജിക്കേണ്ടതിൻ്റെ ആവശ്യമെന്താ എന്ന യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം ആശ്രയിച്ച് ചെയ്ത ഒരു വീഡിയോ. അതിനോട് സക്കറിയ എന്ന് പറയുന്ന നല്ല ചിന്താശക്തിയുള്ള സതുദ്ദേശത്താൽ മാത്രം പ്രതികരിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഞാൻ ആ പ്രതികരണം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഇംഗ്ലീഷിലാണ്. കോമൺ പീപ്പിൾ കനോട്ട് ഡൈജസ്റ്റ് ഓർ ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ സച്ച് ഫിലോസഫീസ്. അത് എൻ്റെ ഫിലോസഫി അല്ല, യേശുവിൻ്റെ ദർശനമാണ്. നിങ്ങൾ സ്വയം ത്യജിച്ചെങ്കിൽ മാത്രമേ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശയമാണ് ഞാൻ ഇവരുമായി പങ്കിട്ടത്. അപ്പോൾ സക്കറിയ വളരെ സത്യസന്ധമായി പറയുന്നത്, ഇത് സാധാരണ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുകയില്ല. അവർക്ക് മനസ്സിലാകുന്നത് എന്താണ് എന്ന് അദ്ദേഹം അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. ബട്ട് ദേ വിൽ കണ്ടിന്യൂ ടു സീക്ക് ഗോഡ് ഔട്ട് ഓഫ് ദെയർ ഗ്രീഡ്. അത്യാർത്തി കൊണ്ട്, അതിമോഹം കൊണ്ടാണ് ദൈവത്തെ മനുഷ്യർ ആരാധിക്കുന്നത്. ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് വീക്ക്നെസ്, ഔട്ട് ഓഫ് ജെലസി ആൻഡ് ഇനബിലിറ്റി ടു അച്ചീവ് വാട്ട് ദേ ഡിസയർ ഓർ നീഡ്. ഇപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുക മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു നേട്ടവും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ആശയങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനൊരു പ്രയോജനവുമില്ല എന്നാണ് ക്രിസ്ത്യാനിയായ സക്കറിയ. ഇത് RSSകാർ പറയുന്നതല്ല, മുസ്ലിങ്ങൾ പറയുന്നതല്ല. ക്രിസ്ത്യാനികൾ ആയ സതുദ്ദേശമുള്ള നല്ല ചിന്താശക്തിയുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള, വളരെയധികം താല്പര്യമുള്ള, എന്നാൽ സത്യസന്ധനായ ഒരു ക്രിസ്ത്യാനി. അദ്ദേഹം ആത്മാർത്ഥമായി നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ്. ഇത് നാം ഇതൊരു യാഥാർത്ഥ്യമാണ്. സക്കറിയ പറഞ്ഞതിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടെന്നോ പറഞ്ഞത് തെറ്റാണെന്നോ അപ്രസക്തമാണെന്നോ ഞാൻ ഒരിക്കലും പറയുകയില്ല. എന്നാൽ അതേസമയം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് സ്വാഭാവികമായി നൈസർഗികമായി യേശുവിൻ്റെ പഠിപ്പീരുകളോട് അടുപ്പവും താല്പര്യവും ആത്മീയ കാര്യങ്ങളോട് വാസനയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിർവഹിക്കുന്ന ദൗത്യം തികച്ചും അനാവശ്യമാണ്, അപ്രസക്തമാണ്, എൻ്റെ ആവശ്യമില്ല. ഇംഗ്ലീഷിൽ സൂപ്പർഫ്ലൂവസ് എന്ന് പറയും. ചെയ്യാതിരിക്കുന്നതാണെന്നല്ല. എന്നാൽ നിലവിലിരിക്കുന്ന അവസ്ഥ വളരെ സങ്കടകരമാണ്. അത് നമ്മെ വാസ്തവത്തിൽ ഭീതിപ്പെടുത്തേണ്ടതാണ്. അതിനെന്തെങ്കിലും മാറ്റം വന്നേ മതിയാകൂ എന്ന ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഈ ദൗത്യം ഞാൻ ആരംഭിച്ചതും നാളിതുവരെ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിലുള്ള കേരള സംസ്ഥാനത്തിലെ ആകമാനം ഒരു ഭൂതബാധ പോലെ പിടിച്ചിരിക്കുന്ന അനേക സംഭവങ്ങൾ. ഇവയോടുള്ള ബന്ധത്തിൽ അല്പം സത്യസന്ധമായി തുറന്ന മനസ്സോടെ മുൻവിധികളില്ലാതെ ചിന്തിക്കുന്നത് ഉചിതമാണ് എന്നതാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇപ്പോൾ ബോച്ചെ ഹണി റോസ് എന്ന് പറയുന്ന ഈ ഒരു വിവാദം നിലനിൽക്കുന്നു. ആ വിവാദവും സക്കറിയ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തൻ്റെ പ്രതികരണത്തിൽ കൂടെ വെളിപ്പെടുത്തുന്ന, അല്ലെ നമ്മെ ഏവരെയും അറിയിക്കുന്ന ഈ യാഥാർത്ഥ്യം തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം ബോച്ചയെ പറ്റി എന്തെങ്കിലും പറയുകയോ ഹണി റോസിനെ പറ്റി എന്തെങ്കിലും പറയുകയോ എന്നുള്ളതല്ല. ഞാൻ ആ വിഷയത്തിൽ പറയാനുള്ളത് മുൻപ് 2 വീഡിയോകളിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ വിഷയത്തെപ്പറ്റി ആ വീഡിയോകൾ ഉൾക്കൊള്ളിച്ചതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ അതേസമയം തന്നെ സമകാലീന സംഭവങ്ങൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ ഉതകുന്ന
ഓരോ കണ്ണാടികളാണ് എന്നതാണ് എൻ്റെ ദർശനം. അതുകൊണ്ട് ഓരോ സംഭവങ്ങളിൽ കൂടെ സമകാലീന മനുഷ്യ അവസ്ഥ എന്താണ്, മനുഷ്യരുടെ ചിന്താഗതി എങ്ങനെയാണ്, അവിടെ താല്പര്യങ്ങൾ എന്താണ്, അവിടെ വ്യക്തിപരവും സാമൂഹികമായ സംസ്കാരം എന്താണ്, ഇവയെപ്പറ്റി നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുക എല്ലാവരുടെയും കടമയാണ്. ഇത് ബുദ്ധിജീവികളുടെ മാത്രം കടമയല്ല, എല്ലാവരുടെയും കടമയാണ്, എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം യാഥാർത്ഥ്യബോധമില്ലാതെ മനുഷ്യൻ അർത്ഥവത്തായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ബോച്ചയും ഹണി റോസും ഉൾപ്പെടുന്ന ഈ വിവാദം കേരളത്തിലെ ക്രിസ്തീയ സഭകളോട് വളരെ അടുത്ത് നിൽക്കുന്നൊരു സംഭവമാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് അല്പം വെളിപ്പെടുത്താനും വിശദീകരിക്കാനുമുള്ളത്. നിങ്ങൾ ഈ സംഭവത്തെ അതിൻ്റെ യഥാർത്ഥ മർമ്മത്തിൽ കേന്ദ്രീകരിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ക്രിസ്ത്യാനികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, മതമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സംസ്കാരമായിക്കൊള്ളട്ടെ, സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, വ്യക്തി ജീവിതങ്ങളായിക്കൊള്ളട്ടെ, വിവാഹങ്ങളായിക്കൊള്ളട്ടെ, എന്തും ഇതിനെയെല്ലാം പൊതുവായി അടക്കി ഭരിക്കുന്ന ഏക മർമ്മം പണം എന്നത് മാത്രമാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നത് നല്ലതാണ്. പണക്കൊതി വരുമ്പോൾ ദൈവത്തെ മറക്കാനും ധാർമ്മിക ബോധത്തെ ഉപേക്ഷിക്കുവാനും സാംസ്കാരികമായ ഔന്നത്യത്തിൽ നിന്ന് താഴെ ഇറങ്ങി പന്നികളെപ്പോലെ പെരുമാറാനും എല്ലാവർക്കും അവകാശമുണ്ട് എന്ന ഒരു ധാരണ, അങ്ങനെ ആരും പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല എങ്കിലും ആ ധാരണ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ഇടയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ബോച്ചെ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, ഞാൻ അദ്ദേഹത്തെ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്, ഒരു പ്രതിഭാസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹണി റോസും ഒരു പ്രതിഭാസമാണ്. ഈ രണ്ട് പ്രതിഭാസങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാണയം എന്താണ്? നാണയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പണം. ബോച്ചെ ഈ നാടകം കളിക്കുന്നതും പലവിധമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും തുറുപ്പ് ചീട്ടുകളും ഇറക്കുന്നതും നാടകീയമായി ജീവിക്കുന്നതും അശ്ലീലമായി സംസാരിക്കുന്നത് പോലും അതുകൊണ്ടെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ അദ്ദേഹത്തിന് ഭൗതികമായ ലാഭം വലിയ തോതിൽ ഉണ്ടാക്കാമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബോച്ചെ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്നൊരു വ്യക്തിയാണ്? ഇപ്പോൾ മരിച്ചുപോയ ഇന്നസെൻ്റ് ആകട്ടെ, മറ്റ് കൊമീഡിയൻസ് ആകട്ടെ, ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്. ആഡം സ്മിത്ത്, പ്രസിദ്ധ ഇക്കോണമിസ്റ്റായിരുന്ന ആഡം സ്മിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒരു ബട്ട്ലറാകട്ടെ, ഒരു ബുച്ചറാകട്ടെ, ഒരു ബേക്കറാകട്ടെ, ബട്ട്ലർ, ബുച്ചർ, ബേക്കർ, അവരുടെ ജോലി ചെയ്യുന്നത് നിങ്ങളെ ഊട്ടാനല്ല, അവരുടെ കാര്യം നോക്കാനാണ്. സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് മാത്രമേ സ്വാഭാവികമായ മനുഷ്യൻ പ്രവർത്തിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ നൈസർഗികമായ വാസന അത് തന്നെയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ആഡം സ്മിത്ത് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അപ്പോൾ ഈ ബോച്ചെ എന്ന് പറയുന്ന ഈ നാടകം കളിക്കുന്നതും അശ്ലീലപരമായി സംസാരിക്കുന്നതും യുവതി യുവാക്കന്മാർക്ക് ഇക്കിളി വരത്തക്കവണ്ണം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതുമൊക്കെ അതിൻ്റെ പുറകിൽ ഭൗതികമായ ലാഭം, പണക്കൊതി മാത്രമാണ് എന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചിന്താക്കുഴപ്പവുമില്ല. ഹണി റോസും അത് തന്നെയാണ്. ഹണി റോസിന് വരുമാനം സുനിശ്ചിതമാക്കണമെങ്കിൽ ഹണി റോസ് എന്ന് പറയുന്ന ബ്രാൻഡിന് ജനപ്രീതി കൊണ്ട് ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ലാഭവും ഉണ്ടാകണമെങ്കിൽ
ജനഹൃദയങ്ങൾ അല്പം ഇക്കിളി സൃഷ്ടിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ പ്രീതി ആർജിക്കുവാൻ, ഇനിയും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പോൾ ലാഭമുണ്ടാക്കുവാൻ, ഭൗതികമായി പുരോഗമിക്കുവാൻ ജനങ്ങളുടെ ശ്രദ്ധയും ജനങ്ങളുടെ പ്രീതിയും ആർജിക്കുക അനിവാര്യമാണ്. അതിന് യാതൊരു സംശയമില്ലല്ലോ. ഇപ്പോൾ ഹണി റോസ് എത്ര സുന്ദരിയാണെങ്കിലും ഒരു ആത്മീയ താല്പര്യം മാത്രം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയായി അവരുടെ മുറിയിലിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിതം നയിച്ചാൽ അവരെ ഇന്നറിയുന്ന ആളുകളുടെ 0.001% ആളുകൾ അവരെ അറിയില്ല. അവരെ ആരും തിരിഞ്ഞു നോക്കില്ല. അവർക്ക് ഭ്രാന്താണെന്നേ പറയത്തുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവൻ ഭ്രാന്തനാണ് എന്ന് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. താൻ ഈ യുഗത്തിൽ പിറക്കേണ്ടവനല്ല, 500 വർഷങ്ങൾക്ക് മുൻപ് 1000 വർഷങ്ങൾക്ക് മുമ്പ് പിറക്കേണ്ടവനാണെന്ന് എന്നോട്, ഞാൻ മെമ്പറായിരുന്ന നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനായിരുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് MSA സിദ്ദിഖി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മൻമോഹൻ സരീൻ, അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത്, ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്, പ്രിൻസിപ്പലിൻ്റെ അധികാരത്തിൽ മാത്രമേ അലുമിനി അസോസിയേഷൻ പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ, നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, തമ്പു സാബ്, ഇൻ വിച്ച് വേൾഡ് ആർ യു ലിവിങ് എന്നോട് ചോദിച്ചു. നിങ്ങൾ ഏത് ലോകത്തിലാണ് വസിക്കുന്നത്? ഇങ്ങനെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ വസിക്കണമെങ്കിൽ അതിൻ്റേതായ കളി കളിക്കണം എന്ന ഉപദേശം മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. ഡൽഹി ബിഷപ്പിൽ നിന്നും അതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വലിയ വലിയ തലയെടുപ്പുള്ള ആളുകളിൽ നിന്ന്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇതേ ഉപദേശം മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. മറിച്ച് സ്വയം ത്യജിച്ച് സത്യത്തിൽ മാത്രം ഉറച്ചു നിന്ന് നീതി ലാക്കാക്കി പ്രവർത്തിക്കണം എന്നാരും എന്നോട് പറഞ്ഞിട്ടില്ല. അത് മതമേഖലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സാംസ്കാരിക നേതാക്കന്മാരാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും ആരും എന്നോട് നാളിതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത്, ഏതു വിധത്തിലും പണമുണ്ടാക്കുന്നവൻ മിടുക്കനാണ്. അദാനിയും അംബാനിയും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ഒരു ബോച്ചയെങ്കിലും ആകണം. ഇതാണ് എല്ലാ ആളുകളുടെയും വിശ്വാസം. അല്ലെന്ന് ആർക്കെങ്കിലും പറയാം, നെഞ്ചത്ത് കൈവച്ച് ആർക്കെങ്കിലും പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ബോച്ചയും ഹണി റോസും പരസ്പരം ശത്രുക്കളായി നിൽക്കുന്നുവെങ്കിലും ആ ശത്രുത്വത്തിൻ്റെ ആരംഭം ഒരേ സ്റ്റേജിൽ നിന്നാണ്, ഒരേ ഇനോഗ്രേഷനിൽ നിന്നാണ്, ഒരേ ലക്ഷ്യത്തിൽ നിന്നാണ്. ലക്ഷ്യമെന്താണ്? പണം ഉണ്ടാക്കുക, മറ്റേ അതൊന്നുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ബോച്ചയുടെ മാല ജനം വാങ്ങിക്കണമെങ്കിൽ ആ മാലയുടെ ഗുണം അതിലാശ്രയിച്ചാൽ പോരെ? പണ്ട് തൊട്ടേ നാം എല്ലാവരും കേൾക്കുന്നതാണ്, ക്വാളിറ്റി ഈസ് ദ ബെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പം ഏറ്റവും നല്ല പരസ്യം എന്താണ്? നിങ്ങൾ എന്ത് വിൽക്കുന്നോ നിങ്ങളുടെ ചരക്കിൻ്റെ മേന്മയാണ്. നല്ല മാലയുണ്ടാക്കി സത്യസന്ധമായി വാങ്ങിക്കുന്നവർക്ക് ഗുണമുണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗിമിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ മാലയ്ക്ക് വില കൂട്ടുന്നതിന് വേണ്ടിയാണ് ഒരു മോഡലിനെ വിളിക്കുന്നത്. അങ്ങനെ മോഡലിനെ വിളിക്കുമ്പോൾ ആ മോഡലിൻ്റെ വില കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വില കൂട്ടുന്നതിന്, സ്വന്തം ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് ആ മോഡലിന് എന്താണ് വഴിയുള്ളത്? ഇപ്പോൾ രാഹുൽ ഈശ്വരനെ ഇപ്പോൾ ഒരാൾ പറയും, ഹണി റോസ് ഇടുന്ന വസ്ത്രം മര്യാദയുള്ളതായിരിക്കണം. രാഹുൽ ഈശ്വരൻ ഒരു വെറും മണ്ടനാണ്, അല്ലെങ്കിൽ മണ്ടനാണെന്ന് നടിക്കുകയാണ്. ഹണി റോസ് സാധാരണ സ്ത്രീകളെ പോലെ സാരി മുണ്ട് ഉടുത്ത് വളരെ മാന്യമായി സഞ്ചരിച്ചിരുന്നുവെങ്കിൽ അവർക്കിപ്പോഴുള്ള ബ്രാൻഡ് വാല്യൂയുടെ 5% ഉണ്ടാകുകയില്ല. അവരപ്രകാരം വസ്ത്രധാരണം നടത്തിയെങ്കിൽ മാത്രമേ അവരുടെ
ജനപ്രീതി വർദ്ധിക്കുകയുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഇതാരും പറയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞേ മതിയാകൂ. നാം അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? കേരളത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ഭീകരമായ ഇടിവ്. ഇവിടെ മനുഷ്യരുടെ അഭിരുചികൾ എന്താണ്? മനുഷ്യരുടെ വാസനകൾ എന്താണ്? ആ വാസനയിൽ നിന്നാണ്, നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാസന, സാംസ്കാരികമായ വാസന, അതിൽ നിന്നാണ് ഒരു ബോച്ചയും ഒരു ഹണി റോസും ഉണ്ടാകുന്നത് എന്ന സത്യം കേരളത്തിലെ സമൂഹം തിരിച്ചറിയുകയില്ല. എന്നാൽ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം വീണ്ടും ഒന്ന് സ്പർശിക്കുന്നത്. അപ്പോൾ ഇതും സഭയുമായിട്ടുള്ള ബന്ധം എന്താണ്? അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭൗതികമായ ലാഭം കൊയ്യുന്നതിൽ, പണം സംഭരിക്കുന്നതിൽ, കൂടുതൽ സാമ്പത്തികമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സഭകൾ ധാർമ്മികമായ വഴിവിട്ട് ഏത് വഴിയിലും സഞ്ചരിക്കാൻ തയ്യാറാണ് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഞാൻ പറയുന്നത്, ബോച്ചയെ പോലെയുള്ള ആളുകൾ നമ്മുടെ പുരോഹിതന്മാരിൽ നിന്ന് പഠിക്കണം. മാർക്കറ്റിംഗ് എന്നാൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്. ഉദാഹരണമായിട്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പാതിരി യേശുവിൻ്റെ ഒരു പടം, യേശുവിനെ വിൽക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. യേശുവിൻ്റെ ഒരു പടം, അത് സാധാരണ പ്രിൻ്റ് ചെയ്ത് ഒറിജിനൽ പടമൊന്നുമല്ല, കോപ്പി, കളർ ഫോട്ടോ കോപ്പി. അതിന് കൂടിപ്പോയാൽ 150 രൂപ 200 രൂപ വില വരുന്നത്. അത് ലേലം വിളിച്ച് 1,50,000 രൂപയ്ക്ക് വിറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗമ, തീർച്ചയായും അന്ന് വൈകിട്ട് തിരുമനസ് അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ച് കാണും, തീർച്ചയായിട്ടും. കാരണം നീയാണ് മിടുക്കൻ. അപ്പോൾ ഈ 150 രൂപ വില വരുന്ന ഒരു പടം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് ഈ പുരോഹിതൻ കാണിക്കുന്ന പരിപാടികൾ എന്താണ്? അവൻ്റെ ആ അല്പത്തരത്തെ ഓരോരുത്തരുടെ, ജോർജ് കുട്ടി, അപ്പുറത്തെ മത്തായി കുട്ടി പടം കൊണ്ടുപോകും, അത് നിനക്ക് നാണക്കേടാണെന്ന് പറയുമ്പോൾ ജോർജ് കുട്ടി ചാടി അത് 50,000 60,000. അപ്പോൾ ജോർജ് കുട്ടിയുടെ 60,000 പറയും, എടാ ചാക്കോച്ച, ആണ്ട് ജോർജ് കുട്ടി കൊണ്ടുപോകുന്നു, നിനക്ക് തലയെ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ ചാടി 70,000 ആക്കി. അങ്ങനെ ആക്കിയാണ് ഈ ഒരു കഷ്ണം ചെറിയ പടത്തിന് 1,50,000 രൂപ ഉണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കണം. അതും ബോച്ച നടത്തുന്ന പരിപാടിയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേണ്ട, അതിനേക്കാൾ മിടുക്കനാണല്ലോ കഥ പറയുന്ന കല്ല്. 5,000 രൂപയ്ക്ക് ഒരു ചെറിയ കല്ല്, വഴി കിടക്കുന്ന കല്ല് 5,000 രൂപയ്ക്ക് വിറ്റ് ആ കല്ല് യേശുവിനോട് കഥ പറയുമെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവിടെ പോക്കറ്റ് അടിക്കുന്ന അവനാണോ ബോച്ചയാണോ മിടുക്കൻ, കുറച്ചുകൂടെ മനുഷ്യത്വമുള്ളവൻ? നിങ്ങൾ പറ. ഇപ്പം നാളെ പുരോഹിതന്മാർ അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് വഴിയെ നടന്നാൽ ആളുകൾ വലിയ സംഭാവന തരും എന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ പുരോഹിതന്മാർ അത് ചെയ്തിരിക്കും, സംശയമില്ല. കാരണം പണമുണ്ടാക്കുന്നതിന് ഏതറ്റം വരെയും പോകുന്നത് ദൈവത്തിന് പ്രീതിയുള്ള കാര്യമാണ് എന്നതാണ് നമ്മുടെ ഏക വിശ്വാസ പ്രമാണം. എനിക്കതിനെപ്പറ്റി അതൊരു സംശയമില്ല. എന്തെല്ലാം മാമാങ്കങ്ങളാണ് കളിച്ചത്. അത് ഇന്നും ഇന്നലെയുമല്ല. പോപ്പിൻ്റെ ഒരു എഴുത്ത് കൊണ്ട് പോയാൽ മരിച്ച ശവം, അഴിഞ്ഞു ചീഞ്ഞ ശവം, പോപ്പിൻ്റെ ഒരു എഴുത്തും കൊണ്ട് പോയാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് പറഞ്ഞ് ശതകോടികൾ കൊയ്യുന്ന ആ ഒരു പരിപാടി ബോച്ചയേക്കാൾ മോശമല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ എനിക്ക് ഇവരോടും ഇതാണ് പറയാനുള്ളത്. ക്രിസ്തീയ സഭകൾ അവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന മന്ദബുദ്ധികളായ വിശ്വാസികൾക്ക് അവർ പിറക്കുമ്പോൾ തൊട്ട് നാളിതുവരെ നൽകിയിരിക്കുന്ന ഏക ഉത്ബോധനം, ഈ ലോകത്തിൽ പണമില്ലാത്തവൻ പിണമാണ്, ഏതു വിധത്തിൽ നിങ്ങൾ പണമുണ്ടാക്കണം,
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് പണം കൊയ്യാൻ വേണ്ടി മാത്രമാണ്, ലാഭത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ അതിരില്ലാത്ത അതിമോഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണമാണ് ദൈവം. അതില്ലാത്തടത്തോളം ദൈവത്തിന് വിലയില്ല എന്നൊരു ധാരണയല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാം അരിച്ചു പെറുക്കി നോക്കുമ്പോൾ അവസാനം ഒറ്റ വാക്കിൽ ഇത് മുഴുവൻ അവസാനിക്കും: പണം. അതുകൊണ്ടാണ് ആരാധനാലയം ചന്തയായി പോകുമെന്ന് യേശു വളരെ വ്യക്തമായി അന്ന് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതിൽ കൂടെ വെളിപ്പെടുത്തിയത്. ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ കടമ അവൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ ചന്തയായി പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ് എന്ന വലിയ വലിയ വെളിപ്പെടുത്തലും താക്കീതുമാണ് യേശു ദേവാലയ ശുദ്ധീകരണത്തിൽ കൂടെ നടത്തിയത് എന്ന് നിങ്ങളെ ആരും നാളിതുവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ജനം അറിഞ്ഞാൽ സഭകൾക്ക് മുഴുവനും തട്ടുകേടാണ്. ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇനിയും എൻ്റെ സുഹൃത്തായ സ്കറിയയുടെ ആശയത്തിലോട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് അതിനോട് അവജ്ഞയായിരിക്കും, അവർ ബോറടിക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അതെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അത് വളരെ വ്യക്തമായി എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് എന്ന പുസ്തകം, അതായത് അതും ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ്, എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്. അല്ല, അദ്ദേഹം പറയുന്നതാണെന്നറിയാമോ, ഏതെങ്കിലും ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ പണക്കൊതി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ മനുഷ്യരെ അളക്കുന്നത് അവരുടെ സമ്പത്തിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക്, അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവർക്ക്, ആശയങ്ങളോട് വിരക്തിയും ധാർമ്മികമായ മൂല്യങ്ങളോട് അസന്തുഷ്ടതയും അസഹിഷ്ണുതയും ഉണ്ടാകും. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. When money becomes the guiding principle, when greed becomes the guiding principle of a person's outlook and a society's outlook, they begin to despise intellectual and spiritual interests and come to value only material gains. അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നിങ്ങൾ എത്ര ആത്മീയനാണെങ്കിലും, നിങ്ങൾ എത്ര നിഷ്കളങ്കമായി ജീവിക്കുന്നു, ആത്മാർത്ഥമായ യേശുവിനെ അനുഗമിക്കുന്നു, എല്ലാ പഠിപ്പീരുകളും അനുസരിച്ച് ജീവിക്കുന്നു, ശുദ്ധമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു, നിങ്ങളും അപ്പുറത്ത് ഒരു പണച്ചാക്കുണ്ട്, അവറാച്ചൻ, നിങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയാൽ കത്തനാരാരെ ശ്രദ്ധിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളിൽ എല്ലാ നന്മയുമുണ്ട്. അവറാച്ചൻ ഇച്ചിരി മിടുക്കനും കൂടെയാണ്, അതായത് ബൊച്ച പോലെയുള്ള ഒരു അവറാച്ചൻ, ബൊച്ച ഉണ്ട്. ആർക്കായിരിക്കും കസേര കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കും? വേണ്ട, മോൺസൺ മാവുങ്കൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളും മോൺസൺ മാവുങ്കലും കൂടെ, ലോകത്തിലേക്കും ഫ്രോഡായ മോൺസൺ മാവുങ്കലും നിങ്ങളും കൂടെ ഒരു മെത്രാനെ കാണാൻ പോയാൽ ആരെയായിരിക്കും ആദ്യം വിളിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം എന്താണ്? ഇപ്പം ഞാനൊരു എഴുത്തുകാരനാണ്, ഒരു ചിന്തകനാണ്, എനിക്കതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. ഞാനും മോൺസൺ മാവുങ്കലും കൂടെ ഇവിടുത്തെ മെത്രാൻ ക്ലിമ്മീസിനെ കാണാനായിട്ട് പോയെന്ന് വിചാരിക്കും. ആരെയായിരിക്കും ആദ്യം വിളിക്കുന്നത്? നിങ്ങൾക്ക് സംശയം വല്ലതുണ്ടോ? ഇതാണ് പരിപാടി. ഇവിടെ നിന്നാണ് ഈ അമേദ്യം, ഈ ധാർമ്മിക അമേദ്യം സമൂഹത്തിലേക്ക് പ്രവഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ചെറുപ്പം മുതലേ മനുഷ്യനെ പഠിപ്പിക്കുന്നത് പണം 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 പണം, ലാഭം ലാഭം ലാഭം, ഭൗതികമായ നേട്ടം നേട്ടം നേട്ടം. ഇതല്ലാതെ ഒന്നും നാം പഠിപ്പിക്കുന്നില്ല. മനുഷ്യർക്ക് അവരുടെ വ്യക്തിത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്നും അതിൻ്റെ മാതൃകയാണ് യേശു എന്നും പഠിപ്പിക്കുന്ന ഏതെങ്കിലും സഭകളുണ്ടോ? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് നാം തിരിച്ചറിയണം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം, ദയവായി ശ്രദ്ധിക്കണം, ദയവായി ശ്രദ്ധിക്കണം. എന്ത് സംഭവം? നിങ്ങളുടെ മക്കളെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള പരിചരണവും പരിശീലനവും മാത്രം പ്രാപിക്കുന്ന ഒരു വിശ്വാസ സമൂഹം അവർക്ക് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യ വ്യക്തിത്വത്തെ പറ്റിയുള്ള അവരുടെ ധാരണയിൽ
മനുഷ്യൻ ആരാണ് എന്ന അവരുടെ സങ്കല്പത്തിൽ മനുഷ്യനൊരു ശരീരം മാത്രമാണ്. അവന് മനസ്സുണ്ടെന്നോ അവന് ആത്മാവുണ്ടെന്നോ ഒരിക്കലും വാക്കിലൊക്കെ പറഞ്ഞൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. പ്രാവർത്തികമായി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരിടവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാട്, സമൂഹം താലോലിക്കുന്ന അഭിരുചികൾ, സമൂഹം എന്തിൻ്റെ പുറകെ ഓടുന്നു എന്നതൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ ഒരു ശരീരം മാത്രമാണ്. ശരീരത്തിന് വേണ്ടത് അതിൻ്റേതായ ഇക്കിളികളാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ സമൂഹം മുഴുവനും നിലകൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ ഹണി റോസാണ് വാസ്തവത്തിൽ കേരള സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. മദർ തെരേസയും ഹണി റോസും കൂടെ ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടാൽ യുവതി-യുവാക്കന്മാർ ആരെ ശ്രദ്ധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആലോചിക്കണം. അത് ഹണി റോസിൻ്റെ പ്രശ്നമല്ല. അവരെ കാണുമ്പോൾ പൂതിയിളകുന്ന, നമ്മുടെ പരിചരണത്തിൽ വളർന്ന, സഭയുടെ ആത്മീയമായ ദർശനത്തിന് തണലിൽ വളർന്നു വന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലെ യുവതി-യുവാക്കന്മാരല്ലേ, അവർക്ക് സംഭവിച്ച പാളിച്ചയാണിത്. അവരെ തന്നെ അറിയുന്നത് വെറും ശരീരമായിട്ട് മാത്രമാണ്. ഈ ശരീരത്തിന് വേണ്ടത് പുളകങ്ങളാണ്, ഇക്കിളികളാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ കാണണം. അതാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് മാത്രം പോകുന്നവരുടെ മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കുന്നത് അധാർമികതയാണെന്ന് പറയണമെങ്കിൽ രാഹുൽ ഈശ്വലിനെ പോലെയുള്ള വട്ടന്മാരുണ്ടായിരിക്കണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നാം എല്ലാവരും കൂടെ ചേർന്ന് പടച്ചു വെച്ച കേരളത്തിലെ ഈ സാംസ്കാരികവും ധാർമ്മികവുമായ ഈ പ്രത്യേക അവസ്ഥയിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന വ്യക്തികൾക്ക്, യുവതി-യുവാക്കന്മാർക്ക് വേണ്ടത് സഭ്യമായ വസ്ത്രധാരണ രീതിയല്ല, ഏറ്റവും അസഭ്യമായ വസ്ത്രധാരണ രീതിയാണ്. കാരണം അതിന് മാത്രമേ പ്രീതി ലഭിക്കുകയുള്ളൂ. സഭ്യമായ രീതിയിൽ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞോട്ടെ ആരംഭിച്ചപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ അനേകം ആളുകൾ വിളിച്ചു. ഒരു ഹിന്ദു സന്യാസിയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം സഭ്യമായ ഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് 10 പേരുണ്ടാവില്ല. ആർക്കും ഇത് വേണ്ട. നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണല്ലോ. നിങ്ങൾ ഈ ചിന്തകൾ പറഞ്ഞു കൊടുത്താൽ ആളുകൾ ഓടിപ്പോകും. അവർക്ക് വേണ്ടത് ഇക്കിളികളാണ്. ഒരു വ്യക്തി എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനത് വെളിപ്പെടുത്താൻ നാവ് പൊങ്ങുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നതിന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ബാച്ചിലറാണ്, എനിക്ക് ജോലിയൊന്നുമില്ല, എൻ്റെ ആകപ്പാടെ വരുമാനം ഈ യൂട്യൂബിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആളുകളെ കയറ്റുക എന്നത് എൻ്റെ ജീവൻ മരണ പ്രശ്നമാണ്. ഇതിൻ്റെ വരുമാനമില്ലെങ്കിൽ ഞാൻ പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയും ആളുകളെ ഇതിനകത്ത് ആകർഷിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. അതേ വാചകം ഞാൻ പറയാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നഗ്നചിത്രങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബിലിട്ട് ആളുകളെ ആകർഷിക്കുമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം എന്താണ്? അത് കാണാനേ ആളുകളുണ്ടാകുകയുള്ളൂ. ആശയസമ്പുഷ്ടമായ ഒരു വീഡിയോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയട്ടെ. ഞാൻ മോൺസൺ മാങ്കുളിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ 5000 പേര് കാണും. യേശുവിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ 500 പേർ കാണത്തില്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഹണി റോസിനോടും ബോച്ചയോടും വലിയ ധാർമ്മികത പ്രസംഗിക്കുകയാണ്. ഈ പറയുന്ന രാഹുൽ ഈശ്വരും ഇതേ സംസ്കാരത്തിൻ്റെ കൊയ്ത്ത് ഏറ്റവും സാമർഥ്യത്തോടെ നടത്തുന്നവൻ തന്നെയാണ്. ഏത് സ്റ്റേജിൽ കയറിയാൽ കൂടുതൽ കൈയ്യടി കിട്ടും എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഞാൻ നിങ്ങളോട് കാര്യം വെളിപ്പെടുത്താം. രാഹുൽ ഈശ്വർ എന്നെ കാണാൻ വന്നതാണ് 2 വർഷങ്ങൾക്ക് മുൻപ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സത്യമായത് പറഞ്ഞു, നിങ്ങൾ വളരെ കഴിവുള്ള ഒരു യുവാവാണ്, നിങ്ങളുടെ കഴിവ് നന്നായി ഉപയോഗിക്കണം, പക്ഷേ ഈ പോക്ക് ശരിയല്ല, ദയവായി ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. വരണമെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അന്നും അറിയാം ഇന്നും അറിയാം. മനുഷ്യൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് അത് വ്യക്തിപരമായ ലാഭമാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും വേശ്യമാരാണ്. ഇതെല്ലാം വേശ്യാവൃത്തിയാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ.
പ്രോസ്റ്റിറ്റ്യൂഷൻ സോഫിസ്റ്റിക്കേറ്റഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ക്രൂഡായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷേ ഇത് മുഴുവനും പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സഭകളും യേശുവിൻ്റെ പേരിൽ ഇതേ വ്യഭിചാരം നടത്തുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വേശ്യയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഹാർലറ്റ് ഓഫ് ബേബിലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അങ്ങനെയുള്ള വേശ്യകൾ വെച്ച് നോക്കുമ്പോൾ സാധാരണ വേശ്യകൾ നല്ലവരാണ് എന്ന് യേശു പറഞ്ഞു. പരീശന്മാരെയും ശാസ്ത്രിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു പറഞ്ഞു, വേശ്യമാർ സ്വർഗരാജ്യത്തിൽ കടന്നാലും നിങ്ങളവിടെ കടക്കുകയില്ല, കാരണം നിങ്ങൾ അവരെക്കാൾ മോശമാണ് എന്ന് യേശുവാണ് പറഞ്ഞത്. ആരും എൻ്റെ നേരെ പല്ലിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് വസ്തുതകളെ സത്യസന്ധമായി നാം മനസ്സിലാക്കണം. കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അപഹാസ്യമായ അവസ്ഥ, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ 15 വർഷം അടക്കി ഭരിച്ചത് ആരാണ്? 2 പെണ്ണുങ്ങളാണ്. അവർക്ക് ഇത്രമാത്രം പ്രാബല്യം, ഇത്രമാത്രം സ്വാധീനം, അവരുടെ മുൻപിൽ ഈ വലിയ വലിയ ഗജവീരന്മാരായ നേതാക്കന്മാർ ചുളുങ്ങി പോകുന്ന നമ്മൾ കണ്ടതാണല്ലോ, മിണ്ടാതെ. കാര്യം എന്താണ്? നമ്മുടെ അവസ്ഥ അതാണ്. എന്നിട്ടും നാം മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും ആളുകളുടെ നിന്ന് സാരിയുടെ നീളം അളക്കുകയും അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ വാക്കിൻ്റെ വലയെ പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്ന ഭാഷാ ശൈലി എന്താണ്? നിങ്ങൾ ദയവായി പറയൂ. ഏത് ശൈലിയാണ് നിങ്ങൾക്ക് താല്പര്യം? എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഏത് ശൈലിയാണ് താല്പര്യം? ഏത് തരത്തിലുള്ള വസ്ത്രധാരണമാണ് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത്? എന്തുകൊണ്ടാണ് ഒരു കട ആരംഭിക്കുമ്പോൾ ഒരു സൗന്ദര്യമുള്ള സ്ത്രീ ഇനോഗ്രേറ്റ് ചെയ്തെങ്കിലേ മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ എന്ന് സത്യസന്ധമായ ഒരു വ്യാപാരി വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ന്യായമുണ്ടാകണമല്ലോ, ഒരു കാരണമുണ്ടാകണമല്ലോ. ആ കാരണം മനസ്സിലാക്കാൻ നാം എന്താണ് മടിക്കുന്നത്? ഇതൊന്നും ഇതിൻ്റെ നേരെ എല്ലാം കണ്ണടച്ച് വെച്ച് ഒരാളുടെ ബ്ലൗസിൻ്റെ നീളം അളക്കുന്നു, സാരിയുടെ നിറം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, ഒരാൾ പറഞ്ഞ വാക്ക് അതിനകത്ത് ദ്വയാർത്ഥ പ്രയോഗമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. ബോച്ചയുടെ പ്രീതി, ബോച്ചയുടെ പുറകെ യുവതി യുവാക്കന്മാർ ഇരച്ചു പോകുന്നത് ദ്വയാർത്ഥ പ്രയോഗമുള്ളതുകൊണ്ട് തന്നെയാണ്. ഞാനിപ്പോൾ പല വീഡിയോകളും കണ്ട ശേഷമാണ് പറയുന്നത്. എത്രയോ സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്? അവയെപ്പറ്റി നമുക്ക് സത്യസന്ധമായ അല്പം ആത്മാർത്ഥതയുള്ള ഒരു നിലപാടുണ്ടാകണം. സത്യത്തെ അഭിമുഖീകരിക്കാതെ നിലവിലിരിക്കുന്ന അധപ്പതിച്ച അവസ്ഥയ്ക്ക് ഒരു വിടുതലുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് മതത്തിൽ പണക്കൊതി നുഴഞ്ഞു കയറിയത് കൊണ്ടാണ്. പണമുണ്ടാക്കുന്നതിന് ഏതു മാർഗവും, ഇപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ മാതാവിനെ വെച്ച് കുരങ്ങ് കളിപ്പിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഏത് വിധത്തിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയും? ഏത് വിധത്തിൽ? പണമുണ്ടാക്കണമെങ്കിൽ കരിസ്മാറ്റിക് നാടകം കളിക്കണം എന്ന ഒരു ധാരണയല്ലേ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത്. ഒരാൾ ദൈവമായി കഴിഞ്ഞാൽ കോടികൾ കൊയ്യാം യേശുവിൻ്റെ പേരിൽ, തലചായ്ക്കാൻ രൂപമില്ലാതെ യേശു. ഇത് നോർമലാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയല്ലേ. പിന്നെ ഒരു മെത്രാൻ അവൻ്റെ മോടി കാണിക്കുന്നത്, അവൻ്റെ വലിപ്പം കാണിക്കുന്നത്, ഏറ്റവും വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നു, രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു. ഇതല്ലേ നമ്മുടെ പുളകം. അതിൻ്റെ പുറത്ത് നമ്മൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ വരുമ്പോൾ ഹണി റോസിനെ പോലെ ജനങ്ങൾക്ക് താല്പര്യമുള്ളത് അവർക്ക് വിളമ്പി കൊടുക്കുന്ന നല്ല തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ സഭയുടെ വിശുദ്ധയെ പ്രഖ്യാപിക്കണം. സെയിൻറ്റ് ഹണി റോസായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മളിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ മദർ തെരേസ അല്ല, സെയിൻറ്റ് ഹണി റോസ് തന്നെയാണ് നമ്മുടെ വിശുദ്ധ, നമ്മുടെ സഭയുടെ ഐക്കോണായിട്ട് നിൽക്കേണ്ടത്. അതിനെന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഹണി റോസ് തന്നെയാണ്. എനിക്കതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ദയവായി ഇതെല്ലാം ഒരേ രോഗത്തിൻ്റെ വിവിധ രോഗലക്ഷണങ്ങളാണ് എന്ന പച്ച പരമാർത്ഥം തിരിച്ചറിയണം എന്നേവരോടും കാല് പിടിച്ച് 2 കാലം പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മ മാത്രം വരുമാറാകട്ടെ.